എന്താണെന്ന് അറിയട്ടെ. കാര്യം എന്താ, നമ്മുടെ കോമഡി ഉത്സവം അതായത് മലയാളികൾ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. ഫ്ലവേഴ്സ് ടിവിയിലെ ഏറ്റവും നല്ല ഷോയാണ്. കഴിവുള്ള കലാകാരൻ, ഒരുപാട് ടാലൻസിനെ കണ്ടെത്തുന്ന ഒരു ഷോയാണ് കോമഡി ഉത്സവം. നിങ്ങൾ എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിച്ച ഒരു ഷോയാണ് കോമഡി ഉത്സവം. കോമഡി ഉത്സവം അതിന്റെ 100ാമത്തെ, അതെ, കോമഡി ഉത്സവത്തിന്റെ 100ാമത്തെ എപ്പിസോഡ് ആഘോഷിക്കാൻ പോവാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരാണ്. നിങ്ങൾ രണ്ടുപേരുടെ ആശംസകളും നേരാണ്. ആരൊക്കെയോ ലൈവില് വന്നിട്ടോ. ജയരാജൻ, MKD, ഹായ്. മാഹിൻ DQ, ദുൽഖർ ഫാനാണെന്ന് തോന്നുന്നു. മാഹിൻ DQ എന്നൊക്കെ ഇട്ടിരിക്കുന്നത്. എന്താ സംഭവം അതാണ് പറഞ്ഞില്ലേ, കോമഡി ഉത്സവത്തിന്റെ 100ാമത്തെ എപ്പിസോഡ് ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് എല്ലാവരും ആശംസകളും നേരാൻ വേണ്ടിട്ട് വന്നു. അടിപൊളി അടിപൊളി. പിന്നെ അഖിലേഷ് അച്ചു, അല്ല പോലീസുകാർക്ക് എന്താ വീട്ടിൽ കാര്യം? പോലീസുകാര് ഞങ്ങൾ ആരും പോലീസുകാരല്ല, അതുകൊണ്ട് ചോദ്യം മനസ്സിലായി. ശ്രീജിത്ത് ചിത്തപ്പൻ, സൂപ്പർ കിഡു, അതെ സൂപ്പർ ആണ്, സൂപ്പർ ഷോ ആണ് നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിലെ കോമഡി ഉത്സവം. ഇപ്പൊ ഉത്സവ അരവിന്ദ് എസ് നായർ, അൻസിബ, സുഖാണ് 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 സുഖായ് സുഖാണ്. അരവിന്ദ് സുഖാണോ? ഉത്സവ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലൂടെയും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്, മലപ്പുറം ഒക്കെ എല്ലാം ഉണ്ട്, വരുന്നുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുന്നുണ്ട്. അതെ, അപ്പൊ എല്ലാ നല്ല നല്ല കേരളത്തിലുള്ള എല്ലാ ടാലൻസിനും നമ്മൾ കോമഡി ഉത്സവത്തിലൂടെ കൊണ്ടുവന്നിരിക്കും. മലയാളി മലയാളി മാത്രമല്ല, ബംഗാളി വന്നില്ലേ? ഒരു ബംഗാളി ചേട്ടൻ വന്നു പെർഫോം ചെയ്തു. ഇന്ത്യയിലെ മൊത്തം അതെ, ഇന്ത്യൻ മാത്രമല്ല, വേൾഡ് വൈഡ് എവിടെ ഉണ്ടെങ്കിലും ഈ ലോകത്ത് ഏത് കോണിലുണ്ടെങ്കിലും നമ്മുടെ കോമഡി ഉത്സവത്തിലേക്ക് സ്വാഗതം. ഏറ്റവും നല്ല ടാലൻസിന് നമ്മുടെ കോമഡി ഉത്സവത്തിൽ പെർഫോം ചെയ്യാൻ നമ്മൾ വേദി വെക്കുന്നതായിരിക്കും, അവസരം ഉണ്ടായിരിക്കും. ഷിനുൻ ചിറയിൽ, ഹായ്, രണ്ടാൾ സുഖാണ്. ഞാൻ രണ്ടാൾക്ക് സുഖാണ്. ആകാശ് PJ, ഒന്ന് മൈൻഡ് ചെയ്യോ? ഹായ്, ഞാൻ സൂരജ്, ലവ് യൂന്ന്. ശ്രീരാഹുൽ, ബിജു ബെന്നി, നിങ്ങൾ പൊളിയല്ലേ. പിന്നെ അഖിലേഷ് അച്ചു, അല്ല നിങ്ങളെ ഫസ്റ്റ് ടൈം ആണ് കോമഡി ഉത്സവത്തിൽ പേജിൽ കൂടി കാണുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ നമുക്ക് വേറൊരു സംഭവം ഉണ്ട്. ദുൽഖർ എത്തിയിട്ടുണ്ട്. ദുൽഖർ എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ എത്തിയിട്ടില്ല. അത് ഹലോ, നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തിരുന്ന ഒരു പാവം ചിന്ന നിങ്ങൾ ബേജാറിൽ നമ്മളെന്നെ കളറാക്കാൻ പറഞ്ഞിട്ട് എന്റെ ഡോക്ടറെ ഒരു പ്രതീക്ഷയില്ലാതെ മറ്റുള്ള വിധത്തിലേക്ക് ഇടിച്ചു നമ്മളെ സർപ്രൈസ് കൊടുക്കും. അവരെ കണ്ണിലുണ്ടാവുന്ന ഒരു പ്രകാശമുണ്ട്, അതിന്റെ ഒരു ത്രില്ലില്ല നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. പനി പിടിച്ച് കിടക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, കൂട്ടിനടുത്ത് പെൺകൊച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിലോ ഒരാൾ കൂടി പനി കൊടുക്കാം. ഹായ്, ഞാൻ സന്തോഷ്, പാലക്കാട്. നമ്മുടെ ഒരു ഫാമിലിയോടെ വന്ന കുടുംബത്തോടെ കൂട്ടിട്ട് വന്ന എൻ്റെ ഫാമിലി, അതിലൊരാളാണ് സന്തോഷ്. ഓക്കെ, ഞാൻ മൊട്ട രാജേന്ദ്രൻ ചെയ്യാം. മൊട്ട രാജേന്ദ്രൻ തമിഴിലെ. ഇനി ആരാ? സിദ്ദിഖ്, ഷാറുഖ് ഖാന്റെ പഴയ बड़े बड़े देशों में ऐसी छोटी छोटी बातें होते रहते हैं. अंजलि, काश मैं तुम्हें बदल सकता, मैं तुम्हें कितनी चाहता बन सकता. സൂര്യ, നമസ്കാരം, ഞാൻ പ്രമോദ് പ്രിൻസ്, അടിമാലി. സിനിമ വീടിസത്തെ കേട്ടോടുന്ന പറയുന്നതാണ് புறாவு என்ன நிதானமாக இறைய தூக்கிட்டு போற கழுகுடா. நான் சாவனவர் நான் தான் முடியும், நீ சாவனவர் நான் தான் முடியும். ராஜுடா, രാജുഭായ്, വേറെ ഒന്നുമില്ല. രാജുഭായ് അടുത്ത அதாவது ஒரு தூங்கிட்டு இருக்கும்போது ஒரு கொசு வந்து கடிச்சுன்னு வச்சுக்க, அந்த கொசு பெரியாட ஒரு நாள் முடிச்சு நீங்கள் சொல்ல கிடைக்கும்போது படிக்கிற கொசா போட்டு போடா. ஒரு நாள் யார் இடத்துல வந்து யாரை சீனா போடுற செஞ்சிருவேன்.
ഞാൻ രാജേഷ് അടിമാലി. കഴിഞ്ഞ ദിവസം എപ്പിസോഡ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിവിൻ പോളിനെ വിളിച്ചു. ഓക്കെ. എടാ പരമാവി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ ബോധം നിനക്കണം. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും കുറെ. പോസ്റ്റ് ഗ്രാജുവേഷൻ എംബില്ലും കഴിഞ്ഞ് കോളേജ് അധ്യാപനം ഞാൻ ആ പണി വേണ്ടാന്ന് വെച്ച് SA ടെസ്റ്റ് എഴുതി 1ാം റാങ്കും മേടിച്ച് ഈ പണിക്ക് വന്നേ. നിന്നെപ്പോൾ ഊരാമ്പേൾക്ക് ചിറക്കാനല്ല. വേണ്ട നിൽക്കുമ്പോ ഇനി നീ വലിയമായി വർത്താനം പറഞ്ഞാ നിന്റെ കാല് പിടിച്ചാൽ ഭിത്തിയിലടിക്കും. എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ ട്രാൻസ്ഫർ അവന്റെ അടിപൊളി അടിപൊളി വിസിലടിക്കണമെന്നുണ്ട്. ഇത് ഒറ്റ കൈ പിടിച്ചിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അടിച്ചടിച്ചു. കുറെ പേര് ചോദിക്കുന്നുണ്ട് മിഥുൻ ചേട്ടൻ എവിടെ പോയിരുന്നു. അപ്പൊ മിഥുൻ ചേട്ടന് ദുബൈയിലാണ്, അതുകൊണ്ടാണ്. അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത്, മിഥുൻ ചേട്ടൻ തന്നെ വരും നിങ്ങളുടെ മുന്നിലേക്ക്. ഡോണ്ട് വറി. പിന്നെ നമ്മുടെ സൂരജ് ചാളമേരി ചേച്ചി ഒന്ന് ചെയ്യടാ പ്ലീസ്. നമ്മുടെ ഡയറക്ടറല്ലേ ബാക്കിലൂടെ പോയത്. മിഥിലാജ് സർ, സർ ഹലോ, ഹൗ ആർ യു? എവിടെ? ഓക്കെ. ചാളമേരി ചേച്ചി. ചാളമേരോട് കളിക്കല്ലേ എടാ മത്തി, നിന്നാടാണ് കേട്ട. ചാളമേരോട് കളിക്കല്ലേ. അടിപൊളി. ആകാശ് പി ജി എന്ന് പറഞ്ഞൊരു ചേട്ടൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നീ പൊളിയാണ്. ടീം എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇനി കമന്റ് കുറെ വായിക്കാനുണ്ട്. ടീം എല്ലാവരും ഉണ്ടല്ലോ. മടുപ്പാ. ഇതാരാ? അടിപൊളി. താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഒരു വലിയ സംഭവം നടക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ടാണ്. ഇതെന്താന്ന് വെച്ചാൽ ഒരു ഉടായ്പാണ്. ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ ഓക്കെ. അപ്പോ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഹീറോ, നമ്മുടെ സൂപ്പർ ഹീറോ വിക്രം സാർ ഉണ്ട് ഇവിടെ. അപ്പോ വിക്രം സാറിന്റെ ഒരു നല്ല പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. മാത്രല്ല സാറിന്റെ ഏറ്റവും പുതിയ ചിത്രം സ്കെച്ച് റിലീസ് ആവാൻ പോവാണ്. നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി കാണും. അപ്പോൾ സാർ ഇവിടെ ഉണ്ട്. സാറ് മാത്രല്ല അതിലെ ഹീറോയിൻ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആക്ട്രസ് തമന്ന, പിന്നെ അതിന്റെ ഡയറക്ടർ ഉണ്ട്. അപ്പോൾ 3 പേരും ഉണ്ട്. നമ്മള് വിക്രം സാറിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായും നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും ഞങ്ങൾ എത്തുക. അപ്പൊ പിന്നെ സൂരജിന്റെ നല്ല കിടിലൻ പെർഫോമൻസ് ഉണ്ട്. എന്നെ കളിയാക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കോമഡി ഉത്സവത്തിലെ കണ്ടസ്റ്റൻസ് ഈ പ്രോഗ്രാമിലുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ആ പങ്കെടുക്കാൻ വേണ്ടിയുള്ളവരൊക്കെയാണ് വന്നത്. അപ്പൊ എല്ലാവരും ഇവിടെ എല്ലാവരും ഹായ് പറയും. എല്ലാവരും കാണുന്നുണ്ടോ? ആ സൂരജിന് ആരെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു ഹായ് ബൈ പറയുന്നു. എല്ലാരും കാണുന്നുണ്ടോ? ആരും ഒരാളുടെ തല ഇങ്ങനെ ബാക്കില്. അപ്പൊ ഒരാളെ കാണില്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങള് അയ്യോ ആരും കട്ടായി പോയല്ലോ, ഒന്നും കൂട്ടി സൂര്യ. ഓക്കെ. അപ്പൊ ഞങ്ങൾ എല്ലാരും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും വിത്ത് വിക്രം സർ ആൻഡ് തമന്ന. അപ്പൊ ടാറ്റ, ബൈ ബൈ.